വണ്ടിപ്പെരിയാർ ഡൈമുക്ക് അഞ്ചുമുക്ക് മേഖലയിലെ റോഡരികിൽ മാലിന്യം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വീതി കുറവുള്ള റോഡിന് ഇരുവശവും കാടുപടലങ്ങൾ വളർന്നു നിൽക്കുന്നതും മാലിന്യ നിക്ഷേപവും മൂലം കാൽനട യാത്രക്കാർ പ്രതിസന്ധിയിലാണ്. റോഡരികിലെ കാടുകൾ വെട്ടിത്തെളിച്ചും മാലിന്യം ഉപേക്ഷിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിച്ചും പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വണ്ടിപ്പെരിയാർ ഡൈമുക്ക് അഞ്ചുമുക്ക് പുതുവലിയിലൂടെ ആനവിലാസം കുമളി മേഖലകളിലേക്കുള്ള എളുപ്പപാതയുടെ ജനവാസ മേഖലയിലാണ് റോഡരികിൽ മാലിന്യം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടുകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക്, ജൈവ അജൈവ മാലിന്യങ്ങളാണ് രാത്രിയുടെ മറവിൽ ഇവിടെ ഉപേക്ഷിക്കുന്നത്. ഈ വണ്ടിക്കാരനെ കൊണ്ടുവന്ന് ഇടുന്നത് ഏത് വണ്ടിയാ, യവനാ, എത്ര മണിക്കാണ് വരുന്നത് ഒന്നും അറിയത്തില്ല. നൈറ്റിലെ യവൻ കൊണ്ടുവന്ന് ഇടുന്നത് അറിയത്തില്ല. പകലിലെ ആറില്ല, നൈറ്റിലെ അത് കാര്യം. മാലിന്യങ്ങൾ കിടക്കുന്നതിന് തൊട്ടുതാഴെയാണ് 25-ലേറെ കുടുംബങ്ങളുടെ ഏക ആശ്രയമായ കുടിവെള്ള സ്രോതസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് മേഖലയിലുള്ളവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഇതിനോടൊപ്പം പൊതുവെ വീതിക്കുറവുള്ള റോഡിന് ഇരുവശങ്ങളിലും വളർന്നു നിൽക്കുന്ന കാടുകൾ കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രികർക്ക് വാഹനങ്ങൾ കടന്നു വരുമ്പോൾ റോഡരികിലേക്ക് മാറി നിൽക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതിയാണ്. കഴിഞ്ഞ ദിവസം വാഹനമിടിച്ച് ഒരാട് ചത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അടിയന്തരമായി റോഡിന് ഇരുവശവുമുള്ള കാടുകൾ വെട്ടിനീക്കി ഇതുവഴിയുള്ള അപകടഭീതി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഇതിലിപ്പോൾ എന്നാന്ന് വെച്ചാൽ വണ്ടികൾ പോകുന്ന സമയം ഞങ്ങളെപ്പോലെ ആളുകൾക്ക് അങ്ങോട്ട് നടക്കാനെടുക്കാനും പറ്റുന്നില്ല. കാരണം രണ്ട് സൈഡും കാട് വളർന്ന് കിടക്കുക. അത് പഞ്ചായത്ത് പണിക്കാരോട് പറഞ്ഞാലും അവർ വെട്ടിമാറ്റമൊന്നും ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ പഞ്ചായത്ത് പണിക്കാരായാലും അതൊന്ന് വെട്ടിമാറ്റമൊന്ന് ക്ലിയർ ചെയ്ത് തരണം. കാരണം എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഒരു ആട് വണ്ടി ഇടിച്ച് ചത്തു. അപ്പോൾ അങ്ങനെ എന്നൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഞ്ചായത്ത് പണിക്കാരോട് പറഞ്ഞ് അതൊന്ന് റെഡിയാക്കി തരാൻ പറഞ്ഞു. കാരണം അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് നടക്കാനെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലാതെ വഴിവിളക്ക് വെക്കാൻ പറ്റും ഇതുവരെ ഒരു മെമ്പർമാർ വഴിവിളക്ക് വെക്കുകയോ ഒന്നും നടന്നിട്ടില്ല. ഇത്രയും വർഷങ്ങളായിട്ടും മെമ്പർമാർ വന്ന് അവർ പോകുന്നുണ്ട്. പക്ഷേ ഈ അഞ്ചുമുറി ഭാഗത്ത് ഒരു കാര്യങ്ങൾ അവർ ചെയ്തു കൊടുത്തൊന്നും തരുന്നില്ല. കൂടാതെ റോഡരികിലെ വൈദ്യുതി പോസ്റ്റുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന വെളിച്ച സംവിധാനങ്ങൾ മിഴിയടച്ചതും പ്രദേശവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. വെളിച്ചമില്ലാത്തതിനാൽ സന്ധ്യയായാൽ ഇഴജന്തുക്കളുടെയും കാട്ടുമൃഗങ്ങളുടെയും ആക്രമണ ഭീതിയിലാണ് കാൽനട യാത്രക്കാർ കടന്നുപോകുന്നത്. പ്രദേശത്തെ മാലിന്യ നിക്ഷേപത്തിനും റോഡരികിലെ കാടുകൾ വെട്ടിനീക്കി സുഗമമായ യാത്ര ഒരുക്കുന്നതിനും വെളിച്ചമില്ലായ്മ പരിഹരിക്കുന്നതിനും ബന്ധപ്പെട്ട അധികൃതർ ഇടപെടണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്.